റിസൽ മന്തോവാനി സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ചിത്രമാണ് പുസാക്ക. ഈ ചിത്രം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരിക്കും. അത്തരം കൊടൂരതകൾ നിറഞ്ഞ ചിത്രമാണിത്. അതിനാൽ നാളെ പ്രസവിക്കാൻ നിൽക്കുന്ന ഗർഭിണികളും ജനിച്ച് 18 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള കുട്ടികളും പിന്നെ വയസ്സ് എത്ര ആയിട്ടും പേടി മാറാത്ത ലോല ഹൃദയമുള്ളവരും ഈ ചിത്രം കാണരുത്. ഒരു ശാപം കിട്ടിയ വാളിൻ്റെ ശാപം മാറണമെങ്കിൽ ആ വാൾ ഉപയോഗിച്ച് 7 പേരെ കൊല്ലണം. ആ കൊലകൾ ഒക്കെ കൊടൂരമാണ്. മനക്കട്ടി ഉണ്ടെങ്കിൽ മാത്രം ഇത് കണ്ടാൽ മതി. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വീഡിയോ സിമ്പിളായി കാണാൻ പറ്റും. മൂവി ഡയറക്റ്റായി കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി കഥ മനസ്സിലാവാൻ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു വലിയ ബംഗ്ലാവ് കാണാം. അകത്തൊരു 7 പേർ കൊടൂരമായി കൊല്ലപ്പെട്ട് കിടക്കുന്നു. അവിടെ ഒരുത്തൻ മാത്രം ജീവനോടെ ഭയത്തോടെ ഇരുന്നിട്ട് പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു വടിവാൾ വന്ന് കുത്തി നിൽക്കുകയാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ആ സംഭവം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു 5 പേർ യാത്ര ചെയ്യുന്നത് കാണാം. ഇവർ പോകുന്നത് തുടക്കത്തിൽ കണ്ട ആ ബംഗ്ലാവിലേക്കാണ്. ആ ബംഗ്ലാവിൻ്റെ ഓണർ മരിച്ചുപോയി. അതിനാൽ ബംഗ്ലാവിലുള്ള തിങ്സിൻ്റെ സാധന സാമഗ്രികളുടെ ലിസ്റ്റ് സർവേ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. മുന്നിലിരുന്നിട്ടുള്ള നിനയാണ് ടീമിൻ്റെ ലീഡർ. വണ്ടി ഓടിക്കുന്നവൻ മാർക്ക്. പുറകിലുള്ളത് സാന്ദ്ര, ഹന്ന, ഡേവിഡ്. അങ്ങനെ പോകുന്നതിനിടയിൽ നമുക്ക് 3 ദിവസം മാത്രമേ ടൈമുള്ളൂ. അതിനുള്ളിൽ ലിസ്റ്റ് എടുത്ത് പഴയ സാധനങ്ങൾ ഒക്കെ മാറ്റി റിനോവേറ്റ് ചെയ്ത് താക്കോൽ അവരുടെ കയ്യിൽ കൊടുത്ത് നമ്മൾ ചെയ്ത വർക്കിൻ്റെ പൈസ വാങ്ങി പോകണം. അതുമാത്രമാണ് നമ്മുടെ ജോലി എന്ന് നീന പറയുമ്പോൾ എന്ത് 3 ദിവസമോ? അതിനുള്ളിൽ എങ്ങനെ തീർക്കും? ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ച് ഡാമേജ് ആയതൊക്കെ മാറ്റി എല്ലാം ക്ലിയർ ആകുമ്പോൾ ഒരാഴ്ച എന്തായാലും പിടിക്കും എന്ന് പറയുകയാണ്. ഒരാഴ്ചയോ? നമുക്ക് 3 ദിവസത്തിൽ തീർത്താൽ മാത്രമേ ബോണസ് കിട്ടുകയുള്ളൂ. നമ്മൾ അത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒടുവിൽ അവർ ആ ബംഗ്ലാവിലേക്ക് എത്തുകയും ചെയ്തു. മരിച്ചുപോയ ഓണറിൻ്റെ മകൻ റാണ്ടിയാണ് ഇവരെ വരുത്തിയതും ഇപ്പോൾ റിസീവ് ചെയ്യുന്നതും. കൂടെ പഴയ സാധനങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന പ്രൊഫസറും ഉണ്ട്. എല്ലാവരും പരസ്പരം പരിചയപ്പെടുമ്പോൾ ഒരു പെൺകുട്ടി മാത്രം എന്തോ ഗമയിൽ നിൽക്കുന്നുണ്ട്. ഇവൾ റാണ്ടിയുടെ അനിയത്തിയാണ്. പേര് മായ. അങ്ങനെ റാണ്ടി എല്ലാവരെയും അകത്തേക്ക് വെൽക്കം ചെയ്ത് എല്ലാവരും അകത്ത് കയറിയപ്പോൾ പുറത്തു നിന്നും കാണുന്നതിനേക്കാൾ അകത്താണ് മനോഹരം. അന്നേരം പ്രൊഫസറിൻ്റെ അസിസ്റ്റൻ്റ് ഒരുത്തി പ്രൊഫസറിനോട് സർ, ഈ ശില ഭയങ്കര വിലപിടിപ്പുള്ള അമൂല്യമായ ശിലയാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ഇതേ നേരം റാണ്ടി ആണെങ്കിൽ നിനയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് 3 ദിവസം ടൈം തരാം. അതിനുള്ളിൽ എല്ലാ ജോലിയും തീർക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പൈസ കുറച്ചേ ഞാൻ തരൂ എന്ന് പറയുമ്പോൾ അയ്യോ സർ, എൻ്റെ ചെറിയ ടീമാണ്, 3 ദിവസത്തിൽ തീർക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. ഓഹോ, എങ്കിൽ ഞാൻ വേറെ ആളെ നോക്കാം, നിങ്ങൾ പോയിക്കോ എന്ന് റാണ്ടി പറയുമ്പോൾ അയ്യോ വേണ്ട സർ, ഞങ്ങൾ 3 ദിവസത്തിൽ തന്നെ എല്ലാം തീർക്കാം എന്ന് പറഞ്ഞ് അവർ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ റാണ്ടിയുടെ സിസ്റ്റർ മായ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ട് ഹന്ന അവളോട് സൗഹൃദം കാണിക്കാൻ കൈ കാട്ടിയതും മായ ആണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ തിരിച്ചു ഒരു ഹായ് പറയുകയാണ്. ഇതേ നേരം സാന്ദ്ര ആണെങ്കിൽ അവിടെയുള്ള പഴയ എന്തോ ഒരു കുന്ത്രാണ്ടം എടുത്ത് തമാശ കളിക്കുമ്പോൾ ഏയ് നിനക്ക് ഇതിൻ്റെ മൂല്യം അറിയോ, അതെടുത്ത് കളിക്കാതെ അവിടെ വെക്ക് എന്ന് പ്രൊഫസർ പറഞ്ഞെങ്കിലും അവൾ അത് അനുസരിക്കാതെ ഈ വടിക്ക് എന്ത് മൂല്യം ഉണ്ടാവാനാ എന്ന് അഹങ്കാരത്തോടെ പറയുകയാണ്. അല്പം കഴിഞ്ഞ് മായ കിടന്നിട്ട് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങി. അത് എന്താണെന്ന് വെച്ചാൽ ഈ ബംഗ്ലാവിൻ്റെ ഓണർ, അതായത് ഇവളുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഫാമിലിയിലെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് മക്കളെ, ഞാൻ ഇത്രയും കാലം ശേഖരിച്ചു വെച്ച ഒരുപാട് പഴക്കം ചെന്ന പുരാതന വസ്തുക്കൾ ഈ ബംഗ്ലാവിൽ ഉണ്ട്. അത് ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. വരുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം. അതിനാൽ എൻ്റെ മരണശേഷം ഈ ബംഗ്ലാവ് ഒരു മ്യൂസിയം ആക്കി മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അക്കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവിടേക്ക് സാന്ദ്ര വന്നിട്ട് മായയോട് കാഷ്വലായി സംസാരിക്കുമ്പോൾ മായ നേരത്തെ എടുത്ത ഫോട്ടോസ് കണ്ടിട്ട് അതിൽ ഹന്നയുടെ ഫോട്ടോ നോക്കിയിട്ട് എടി, നിന്നോട് ഒരു രഹസ്യം പറയട്ടെ, നീ ഈ എടുത്ത ഫോട്ടോയിലുള്ള ഹന്നയ്ക്ക് കല്യാണം കഴിഞ്ഞിരുന്നു. എന്നാൽ ഹന്നയും ഹസ്ബൻഡും പരസ്പരം വഴക്കിട്ട് ആ ഒരു ദേഷ്യത്തിൽ അവളുടെ ഹസ്ബൻഡ് 2 പേരുടെയും
പ്രൈവറ്റ് വീഡിയോ ഡിങ്കോൾഫി വീഡിയോ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തു, ദേ നോക്ക് എന്ന് പറഞ്ഞ് ആ പ്രൈവറ്റ് വീഡിയോ മായയ്ക്ക് കാണിക്കുകയാണ്. അത് കണ്ട് ഇതൊക്കെ തെറ്റല്ലേ, നിന്റെ വീഡിയോ ആണ് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ വന്നിരുന്നതെങ്കിൽ നീ ഇതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കാണിക്കോ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മായ പറയുമ്പോൾ നീ നല്ല കുട്ടിയായി അഭിനയിക്കുകയാണോ എന്ന് സാന്ദ്ര ചോദിക്കുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴും സാന്ദ്ര അടങ്ങിയിരിക്കാതെ മായയോട് എടി നേരത്തെ കണ്ട വീഡിയോയുടെ ഹന്നയുടെ ഡിങ്കോൾഫി വീഡിയോയുടെ ലിങ്ക് വേണോ, സമയം കിട്ടുമ്പോൾ കാണ്, ഏത് മോഡ്, ഡിങ്കോൾഫി മോഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റ്സൊക്കെ മിന്നി മറയാൻ തുടങ്ങി. അന്നേരം റാണ്ടി പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, ഇവിടെ ഇലക്ട്രിസിറ്റി സിഗ്നൽ ഒന്നും ഇല്ല, ജനറേറ്റർ വഴിയാണ് ഇവിടെ വെളിച്ചം ഉള്ളത്, അതാ ഇങ്ങനെ മിന്നി മറയുന്നത്. അത് കേട്ട് മായ അതിനു നമ്മൾ ഇവിടെയാണോ ചേട്ടാ താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇത്ര പേർ ഇവിടെ ജോലി ചെയ്യുന്നതല്ലേ, അതെ ഇത്ര പേർ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ മാറി നിൽക്കുന്നത്, നമ്മളും ഇവിടെ നിൽക്കാം എന്ന് പറയുമ്പോൾ മായ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവുകയാണ്. അവൾക്ക് എന്തോ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലാത്ത പോലെയാണ്. അന്നേരം നീന ഡേവിഡിനോട് എടാ നമുക്ക് 3 ദിവസത്തിൽ ഇവിടെ ജോലി തീർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല, ഇത്ര വലിയ ബംഗ്ലാവിൽ എങ്ങനെയാ 3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നത് എന്ന് പറയുകയാണ്. എടാ പറ്റും, നമ്മൾ ഇന്ന് രാത്രി തന്നെ പണി തുടങ്ങാം, ആഞ്ഞു പിടിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും എന്ന് നീന പറയുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് ഡേവിഡ് ഹന്നയോട് എന്ത് പറ്റിയേ, നീ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എടാ നീ ശ്രദ്ധിച്ചില്ലേ, ആ സാന്ദ്ര എന്നെക്കുറിച്ച് എല്ലാവരോടും ഓരോന്നും പറഞ്ഞു നടക്കുകയാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ അറിയാതെ ഒരു ഞരമ്പ് രോഗിയെ കല്യാണം കഴിച്ചു പോയി, അതാണ് ഞാൻ ചെയ്ത തെറ്റ്, അവൻ ഞങ്ങളുടെ പ്രൈവറ്റ് വീഡിയോ നെറ്റിൽ അപ്ലോഡ് ചെയ്തു, ആ നാറി ചെയ്ത തെറ്റിന് ഞാനാ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ വിഷമിച്ച് പറയുകയാണ്. എടി ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ അവനൊരു കാട്ടുകോഴിയാണെന്ന്, ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ അവന് തന്നെ നീ കെട്ടിയില്ലേ, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം, എല്ലാം നിന്റെ തലവിധി എന്ന് ഡേവിഡ് പറയുമ്പോൾ എനിക്ക് ചത്താൽ മതി എന്ന് പറഞ്ഞ് ഹന്ന തലയിൽ കൈവച്ച് കരയുകയാണ്. അന്നേരം ഡേവിഡ് അവളുടെ കയ്യിൽ പിടിച്ച് എടി എനിക്ക് നിന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് അറിയോ എന്ന് പറഞ്ഞ് എന്തോ പറയാൻ നോക്കുമ്പോൾ ഇനി ഇവൻ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ നോക്കുകയാണോ എന്ന സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് മാർക്ക് വന്ന് നിങ്ങൾ എന്താ ഇവിടെ ഇരുന്ന് കുണുകുണു എന്ന് സംസാരിക്കുന്നത്, വാ പണി തുടങ്ങി എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അവരുടെ ജോലി ആരംഭിച്ചു. ഹന്ന ആണെങ്കിൽ ബംഗ്ലാവിലെ ജനാലകളുടെ കണക്കെടുത്ത് ഏതൊക്കെ മാറ്റണം എന്ന് മാർക്ക് ചെയ്തു വെക്കുകയും ശേഷം അത് നോക്കുമ്പോഴാണ് ഇത്ര വലിയ ബംഗ്ലാവ് ആണെങ്കിലും പുറത്ത് കടക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നത്. പെട്ടെന്ന് പവർ കട്ടാവുകയും പുറത്തുള്ള സെക്യൂരിറ്റിക്കാരൻ ജനറേറ്റർ ഓൺ ചെയ്ത് ശരിയാക്കുകയും ചെയ്തു. സാന്ദ്ര ആണെങ്കിൽ ഹന്നയെക്കുറിച്ച് വീണ്ടും മോശമായി സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ട് ഇത്തവണ കലിപ്പിലായ ഡേവിഡ് സാന്ദ്രയോട് നീ ഒരു പെണ്ണല്ലേ, എന്തിനാ അവളെക്കുറിച്ച് പാടി നടക്കുന്നത് എന്നൊക്കെ വഴക്ക് പറയുമ്പോൾ അതിന് നിനക്കെന്താ എന്ന് പറഞ്ഞു ഡേവിഡിനെ ഒരൊറ്റ തള്ള്. ഡേവിഡിൻ്റെ ശരീരം അവിടെ ചുമരിൽ ഇടിച്ചതും പെട്ടെന്ന് അവിടെ ഒരു രഹസ്യ ഡോർ ഓപ്പൺ ആവുകയാണ്. അത് കണ്ട് എല്ലാവരും റാണ്ടിയെ നോക്കുമ്പോൾ എന്നെ എന്തിനാ നോക്കുന്നത്, സത്യമായിട്ട് ഇങ്ങനെ ഒരു രഹസ്യ അറ ഉള്ള കാര്യം എനിക്കറിയില്ല, അച്ഛൻ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അകത്ത് എന്താ ഉള്ളത് എന്നറിയാൻ കയറി നോക്കുമ്പോൾ ബേസ്മെൻറ്റ് പോലെയുണ്ട്. അങ്ങനെ താഴെ ഇറങ്ങി പോയി നോക്കുമ്പോൾ അവിടെ ഒരു ശില, കൃഷ്ണനെയും ബ്രഹ്മാവിനെയും ഒരുമിച്ച് നിർമ്മിച്ച ശിലയാണ്. അതൊക്കെ കണ്ട് സത്യമായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇടം ഇവിടെയുള്ള കാര്യം അറിയില്ലേ എന്ന് റാണ്ടിയോട് ചോദിക്കുമ്പോൾ ഈ ബംഗ്ലാവിൻ്റെ കാര്യം തന്നെ ഈ അടുത്താണ് എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നത് എന്ന് പറയുകയാണ്. അന്നേരം അസിസ്റ്റന്റ് ലേഡി അവിടെ കല്ലിൽ കൊത്തിവെച്ചത് വായിക്കാൻ തുടങ്ങി. പല വർഷങ്ങൾക്ക് മുൻപ് ജംഗള എന്നൊരു ഗ്രാമം തന്നെ നശിച്ചുപോയി, അതിൽ ബാക്കിയായി ഉള്ളത് ഈ ശില മാത്രമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ നേരം സാന്ദ്ര ആണെങ്കിൽ അവിടെ ചുറ്റിത്തിരിയുമ്പോൾ തുടക്കത്തിൽ കണ്ട ആ വടിവാൾ കിട്ടുകയാണ്. അതിനെ തന്നെ നോക്കി തടവി നിൽക്കുമ്പോൾ അവളുടെ കൈ മുറിയുകയും ഞരമ്പൊക്കെ കറുത്ത് മാറാൻ തുടങ്ങി. അതേപോലെ ആ കത്തി നിർമ്മിച്ച ആളുടെ രൂപം ഒരു ഇല്യൂഷൻ പോലെ അവളുടെ കൺമുന്നിൽ മിന്നിമറയുകയാണ്. ഇതേ നേരം മായ പ്രൊഫസറിനോട് സർ, നിങ്ങൾ പറയുന്ന കഥയിൽ ഒരു ത്രില്ലില്ല, കഥയിൽ പ്രേതമോ പിശാച്ചോ അങ്ങനെ എന്തെങ്കിലും അമാനുഷിക കാര്യങ്ങൾ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ജംഗള എന്ന രാജ്യം
ജീവൻ നശിച്ചു പോകാൻ കാരണം എതിർ നാട്ടിലെ ആൾക്കാർ വലിയ മന്ത്രവാദികളെ വെച്ച് മന്ത്രശക്തിയുള്ള വലിയൊരു വടിവാൾ ഉണ്ടാക്കി. ആ ഒരു വടിവാൾ ഉപയോഗിച്ചാണ് ജംഗള എന്ന രാജ്യത്തെ കീഴടക്കിയത്. അത് പിന്നീട് ഒരു കഥ പോലെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇപ്പോൾ സാന്ദ്രയെ കാണാം. അവളുടെ കൈ, കാൽ, ശരീരം മൊത്തം കറുത്ത ഞരമ്പ് പടർന്നിട്ടുണ്ട്. പെട്ടെന്ന് അവളെ ചുമരിൽ ചേർത്ത് നിർത്തി എന്തോ ഒരു ശക്തി അവളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളുടെ വ്യത്യസ്തമായ ഭാവം കണ്ട്, ഏയ് സാന്ദ്ര, നീ എന്താ നാഗവല്ലിയെ പോലെ അഭിനയിക്കുന്നത്? ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സാന്ദ്ര നിലത്ത് വീണ് ഛർദ്ദിക്കാൻ തുടങ്ങി. ശേഷം ക്ഷീണിച്ച പോലെയായി അടുത്തുള്ള ചെയറിൽ ഇരിക്കുമ്പോൾ നിനക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് പോയപ്പോൾ പെട്ടെന്ന് ലൈറ്റ്സ് എല്ലാം ഒരു നിമിഷം കൊണ്ട് ഓഫായി ഓൺ ആവുമ്പോൾ ആ ഗ്യാപ്പിൽ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന സാന്ദ്രയെ കാണാനില്ല. അവൾ എവിടെ പോയി എന്ന് എല്ലാവരും ഭയന്ന് ചുറ്റിലും നോക്കിക്കൊണ്ടിരിക്കെ ദേ സാന്ദ്ര ആ ശില്പത്തിൻ്റെ പുറകിൽ നിൽക്കുന്നു. എന്നിട്ട് ദേ നോക്ക്, അവസാനം വാളിന് കിട്ടേണ്ട 7 പേരെ കിട്ടി. നിങ്ങൾ ആ വാളിന് നിങ്ങളുടെ രക്തവും ബലിയായി നൽകണം എന്ന് അലറി പറയുകയാണ്. എന്നിട്ട് പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എല്ലാവരും കോരിത്തരിച്ച് അവൾ എവിടെ പോയി എന്ന് തിരയുമ്പോൾ പെട്ടെന്ന് സാന്ദ്ര വന്ന് പ്രൊഫസറിനെ പിടികൂടി വലിച്ചോണ്ട് പോയി ഒരിടത്ത് കിടത്തി വടിവാൾ എടുത്ത് പ്രൊഫസറിൻ്റെ വയറ്റിലേക്ക് ഒരൊറ്റ കുത്തി നിൽക്കുമ്പോൾ അവിടെ എത്തിയ എല്ലാവരും, ഏയ് സാന്ദ്ര, നിനക്ക് എന്ത് പറ്റി? പ്രൊഫസറിനെ ഒന്നും ചെയ്യലേ, അയാൾ പാവമാണ്, വിട്ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് എന്തായി എന്നറിയില്ല. അവിടുന്ന് എഴുന്നേറ്റ് വേറെ ഒരു വശത്തേക്ക് പോവാൻ തുടങ്ങി. ആ ഒരു ഗ്യാപ്പിൽ എല്ലാവരും പ്രൊഫസറിനെയും കൂട്ടി രക്ഷപ്പെട്ടു പോകുമ്പോൾ പെട്ടെന്ന് സാന്ദ്ര തിരിഞ്ഞ് അവരെ ആക്രമിക്കാൻ പുറകെ പോവുകയാണ്. എല്ലാവരും ആ രഹസ്യ അറയിൽ നിന്നും പുറത്ത് എത്തി അതിൻ്റെ ഡോർ അടക്കാൻ നോക്കുമ്പോൾ തന്നെ സാന്ദ്ര അവിടെ എത്തി ഡോറിൻ്റെ ഇടയിൽ കൈവച്ച് തടുക്കാൻ നോക്കുകയാണ്. എല്ലാവരും അവിടുന്ന് ഓടി മെയിൻ ഡോറിൻ്റെ അടുത്തെത്തി തുറന്നു പോകാം എന്ന് നോക്കുമ്പോൾ മെയിൻ ഡോർ നമ്പർ ലോക്ക് ചെയ്തിട്ടാണുള്ളത്. അതിൻ്റെ നമ്പർ ഏതാ, എവിടെയാ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ദേ സാന്ദ്ര വടിവാളും എടുത്തോണ്ട് വരുന്നു. വന്ന് നിനയുടെ തല പിടിച്ച് ഡോറിലേക്ക് ഇടിക്കാൻ തുടങ്ങി. ഇടിച്ചപ്പോൾ വന്ന രക്തത്തെ നക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഡേവിഡ് ഒരു കല്ലെടുത്ത് ഓടിപ്പോയി സാന്ദ്രയുടെ തലയ്ക്ക് ഒരൊറ്റ ഇടി. എന്നാൽ അവൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നെ ഇടിക്കാനായോടാ എന്ന് പറഞ്ഞ് ഓൻ്റെ നെഞ്ചിലേക്ക് ഒരൊറ്റ ചവിട്ട്. ഡേവിഡ് പറന്നു പോയി വീഴുകയും അത് കണ്ട റാണ്ടി ഒരു വലിയ കൂർത്ത സാധനം എടുത്തുകൊണ്ട് വന്ന് സാന്ദ്രയുടെ നെഞ്ചിലേക്ക് ഒരൊറ്റ കുത്ത്. അവൾ ഡോറിൽ തറച്ചു നിൽക്കുമ്പോൾ എല്ലാവരും വേറെ ഏതെങ്കിലും വഴി രക്ഷപ്പെട്ടു പോകാം എന്ന് പറഞ്ഞ് പോവുകയാണ്. സാന്ദ്ര മരിച്ചിട്ടില്ല. പെട്ടെന്ന് കണ്ണ് തുറന്ന് തറപ്പിച്ചു വെച്ചതിൽ നിന്ന് സിമ്പിളായി രക്ഷപ്പെട്ട് ഒരു പോട്ടെടുത്ത് നിലത്തേക്ക് എറിഞ്ഞു ഉടച്ചപ്പോൾ ആകെ ഭയന്ന നിനയും ഹന്നയും അസിസ്റ്റന്റും നേരെ മുകളിലോട്ടും ഡേവിഡും പ്രൊഫസറും റാണ്ടിയും മായയും വേറെ ഒരു റൂമിലോട്ട് പോവുകയും ചെയ്തു. എങ്ങനെയെങ്കിലും ഈ ബംഗ്ലാവ് വിട്ടു പോകണം, വഴിയുണ്ടോ എന്ന് തപ്പുമ്പോൾ പുറത്ത് സാന്ദ്രയാണെങ്കിൽ ഡോറിൽ ഇടിച്ചോണ്ട് നിൽക്കുകയാണ്. അവളുടെ ശരീരത്തിൽ ആരുടെ പ്രേതം കയറിയതാണെന്ന് അറിയില്ല. ഇതേ നേരം പ്രൊഫസറിന്റെ ശരീരത്തിൽ രക്തം ഒഴുകുകയാണ്. മുറിവിൽ കെട്ടാൻ അവിടെ തപ്പി ഒരു തുണി കിട്ടിയപ്പോൾ അതെടുക്കുമ്പോൾ ഗ്ലാസ് വഴുതി നിലത്ത് വീഴുകയും ആ ഒച്ച കേട്ട സാന്ദ്ര, ആഹാ, നിങ്ങൾ അവിടെയാണോ ഉള്ളത്, ഒരുത്തനെയും വിടില്ല എന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കെ പ്രേതത്തിന് നമ്മൾ ഇവിടെയാണെന്ന് മനസ്സിലായി. വേറെ സ്ഥലത്തേക്ക് പോകാം എന്ന് കരുതി പമ്മി പോകുമ്പോൾ ദേ സീലിംഗിൽ സാന്ദ്ര. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ സാന്ദ്രയെ കാണാനില്ല. പെട്ടെന്ന് സാന്ദ്ര താഴേക്ക് കുതിച്ചു ചാടി പ്രൊഫസറിനെ പിടിച്ച് ആക്രമിക്കാൻ നോക്കുമ്പോൾ പ്രൊഫസർ എല്ലാവരോടും ഇവിടുന്ന് പോകാൻ പറയുകയും എല്ലാവരും അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. ശേഷം സാന്ദ്ര പ്രൊഫസറിനെ എങ്ങനെയാ കൊല്ലുന്നത് എന്ന് കാണിച്ചു തരണം എന്നുണ്ട്. എന്നാൽ യൂട്യൂബ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇമാജിൻ ചെയ്തോളൂ. പ്രൊഫസറിനെ കിടത്തി അവൻ്റെ മുഖത്തെ തോലൊക്കെ മാന്തി പറിച്ചെടുത്ത് വടിവാൾ എടുത്ത് നെഞ്ച് മുതൽ വയറ് വരെ ചതക്ക് കുത്തി കൊടൽമാല എല്ലാം പുറത്തെടുത്ത് സൈക്കോയെ പോലെ കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കൊന്നപ്പോൾ വടിവാളിൽ എന്തോ ശക്തി വന്ന് ചേർന്ന പോലെ കാണാം. ഇതൊക്കെ ഒരു വശത്ത് മാർക്ക് ഇരുന്നിട്ട് കാണുന്നുണ്ടായിരുന്നു. അവൻ ശബ്ദം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കഥ കഴിഞ്ഞേനെ. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ട ഡേവിഡും റാണ്ടിയും മായയും ഒരു റൂമിൽ കൂടി നിന്ന് റൂമിലേക്ക് പ്രേതം വരാതിരിക്കാൻ ഡോർ അടച്ച് കുറച്ച് വസ്തുക്കൾ അടുപ്പിച്ച് വെച്ച ശേഷം റാണ്ടിയോട്, എടാ സത്യം പറ, നിനക്ക് ആ ബേസ്മെൻറ്റിനെ കുറിച്ച് അറിയില്ലേ? ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ആ പ്രേതത്തെക്കുറിച്ച് നിനക്ക് അറിയാമെങ്കിൽ പറയടാ എന്ന് പറയുമ്പോൾ, ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ ഒന്നും അറിയില്ല എന്ന്, പിന്നെ എന്തിനാ വീണ്ടും ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കയറി മായ പറയുന്നു, ചേട്ടൻ
ഏട്ടൻ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾക്ക് ഈ ബംഗ്ലാവ് തീരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരാറേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ അറിയുന്നത്? അന്നേരം റാണ്ടി, ദേ നോക്ക്, എൻ്റെ അച്ഛന് പഴയ വസ്തുക്കൾ വാങ്ങി സൂക്ഷിക്കുന്ന ശീലം ഉണ്ട്. ലക്ഷങ്ങളാണ് അതിനു വേണ്ടി കളഞ്ഞത്. അതേപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുറച്ച് കള്ളന്മാർ ഈ ബംഗ്ലാവിലേക്ക് മോഷ്ടിക്കാൻ വന്നിരുന്നു. എന്നാൽ പിറ്റേ ദിവസം അവരൊക്കെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. എന്നാൽ അത് കണ്ട എൻ്റെ അച്ഛൻ എന്താ ചെയ്തത് എന്നറിയോ? കള്ളന്മാർ മരിച്ചത് പോലീസിലോ നാട്ടുകാരോടോ ഒന്നും പറഞ്ഞില്ല. അവർ അറിഞ്ഞാൽ ബംഗ്ലാവ് അടച്ചു പൂട്ടേണ്ടി വരും എന്ന് കരുതി അവരെയൊക്കെ മറവ് ചെയ്ത് ആരോടും പറയാതെ മിണ്ടാതെ നിന്നു. അതേപോലെ ഇനിയും കള്ളന്മാർ അകത്ത് കയറാതിരിക്കാൻ ബംഗ്ലാവിലേക്ക് കയറാൻ ഒരു വഴി മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം ക്ലോസ് ചെയ്ത് സെക്യൂരിറ്റിയെ നിർത്തി. നമുക്ക് പുറത്ത് കടക്കാൻ മെയിൻ ഡോർ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, എടാ ശരിക്കും ആലോചിച്ച് നോക്ക്, പുറത്ത് കടക്കാൻ മറ്റെന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന്. അത് കേട്ടപ്പോഴാണ് റാണ്ടിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. സെക്യൂരിറ്റി ഇവിടുന്ന് പോകുന്നതിന് മുൻപ് റാണ്ടിക്കൊരു വാക്കി ടോക്കി കൊടുത്തിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അത് ഓർത്ത് ഇപ്പോൾ അനിയത്തിയോട് മായയോട്, എടി ആ വാക്കി ടോക്കി എവിടെയാ വെച്ചത് എന്ന് നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇതേ നേരം പുറത്താണെങ്കിൽ സെക്യൂരിറ്റി ലൈറ്റ്സ് ഓഫ് ആയതിനാൽ ജനറേറ്ററിൽ ഫ്യൂവൽ തീർന്നത് കൊണ്ടാണെന്ന് കരുതി നിറച്ച് ഓൺ ചെയ്ത് വിട്ടപ്പോൾ വെളിച്ചം വരികയും അന്നേരം ആണ് സെക്യൂരിറ്റി പുറത്ത് ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലായത്. എന്നാൽ സെക്യൂരിറ്റിയെ എങ്ങനെ വിളിക്കും? പുറത്തിറങ്ങിയാൽ പ്രേതം പിടിക്കും. വാക്കി ടോക്കി എവിടെയാണെന്ന് പോലും അറിയില്ല. ഇതേ നേരം മാർക്കിനെ കാണാം. അവനും വാക്കി ടോക്കി കാണുകയും പതുക്കെ താഴെ ഇറങ്ങിപ്പോയി വാക്കി ടോക്കി വഴി പുറത്തുള്ള സെക്യൂരിറ്റിയെ വിളിച്ച് ഇവർ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന കാര്യം പറയുകയും, എന്നാൽ ട്വിസ്റ്റ് എന്തെന്നാൽ ഈ മരമണ്ടൻ ഓൺ ചെയ്യാതെയാണ് സംസാരിച്ചത്. ശേഷം ഇപ്പോൾ ഓൺ ചെയ്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ അതിൽ നിന്നും എന്തൊക്കെയോ വോയിസ് കേൾക്കാൻ തുടങ്ങി. അന്നേരം ദൂരെ പ്രേതം നിൽക്കുന്നത് കാണുകയും അതോടെ പേടിച്ച മാർക്ക് ആ വാക്കി ടോക്കി അവിടെ തന്നെ വെച്ച് അടുത്തുള്ള കബോർഡിൽ കയറി ഒളിച്ചു നിൽക്കുകയാണ്. നേരത്തെ ഇവൻ വാക്കി ടോക്കി ഓൺ ചെയ്തതിനാൽ പുറത്തുള്ള സെക്യൂരിറ്റിക്ക് മനസ്സിലായിരുന്നു. അതിനാൽ അകത്തുള്ള മുതലാളിക്ക് റാണ്ടിക്ക് എന്ത് പറ്റി എന്നറിയാൻ ഡോർ തുറക്കാൻ ഫിംഗർ പ്രിന്റ് വെച്ച് തുറക്കാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല. അതിനാൽ നേരെ അവൻ്റെ കയ്യിലുള്ള സ്പെയർ കീ ഉപയോഗിച്ച് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കയറി നോക്കുമ്പോൾ ആരെയും കാണാനില്ല. റാണ്ടി സർ എവിടെയാ, എന്തു പറ്റി എന്ന് വിളിച്ച് തിരയുമ്പോൾ അതൊക്കെ പ്രേതം കണ്ട് ചിരിക്കുകയാണ്. എന്നിട്ട് നേരെ അവൻ്റെ ദേഹത്തേക്ക് ചാടി വീണ് വടിവാൾ എടുത്ത് ഓൻ്റെ കഴുത്തിലും തലയിലും കുത്തി കുത്തി തലച്ചോർ പുറത്തെടുത്ത് അച്ചാറിൽ മുക്കി തിന്നാൻ തുടങ്ങി. അതൊക്കെ ആ കൊടൂര കാഴ്ചകൾ ഒക്കെ മാർക്ക് കാണുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ കൊലയ്ക്ക് ശേഷം ആ വടിവാളിൽ രണ്ടാമതൊരു വളവ് പ്രത്യക്ഷപ്പെടുന്നു. ഓരോരുത്തരെയും കൊല്ലുമ്പോൾ ഓരോ വളവ് പ്രത്യക്ഷപ്പെടും. മുകളിലുള്ള 3 പേരും ഇനി ഇങ്ങനെ ഇവിടെ എത്ര നേരം നിൽക്കും? നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ സാന്ദ്രയെ കൊല്ലണം എന്ന് പ്ലാൻ ചെയ്ത് 3 പേരും കയ്യിൽ ടൂൾസ് എടുത്ത് പതുക്കെ ഇറങ്ങി വരികയാണ്. അന്നേരം പെട്ടെന്ന് സാന്ദ്ര മുന്നിലേക്ക് ചാടി എന്നെ തീർക്കാനാണോ വന്നത് എന്ന് പറഞ്ഞ് എല്ലാരെയും ആക്രമിക്കാൻ തുടങ്ങി. ഹന്നയുടെ കണ്ണിലേക്ക് വാൾ കുത്തി ഇറക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അസിസ്റ്റന്റ് അവിടുന്ന് ഒരു ഫോർക്ക് എടുത്ത് സാന്ദ്രയുടെ ഷോൾഡറിൽ ഒരൊറ്റ കുത്ത്. എന്നാൽ സാന്ദ്ര അത് വലിച്ചെടുത്ത് നിനയുടെ കയ്യിലേക്ക് ഒരൊറ്റ കുത്ത്. അന്നേരം അവിടേക്ക് ഡേവിഡ് വന്ന് ചെയർ എടുത്ത് സാന്ദ്രയുടെ തലയ്ക്ക് ഇടിച്ചിടുകയാണ്. ഡൈനിങ് ടേബിളിൽ വീണ സാന്ദ്രയെ എല്ലാവരും ചേർന്ന് ടേബിളോട് കൂടി തള്ളി തള്ളി ബേസ്മെന്റിൽ കൊണ്ടുപോയി ഇടാൻ ട്രൈ ചെയ്യുകയാണ്. എന്നാൽ പ്രേതത്തെ അവർക്ക് അനക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനാൽ എല്ലാവരും ഭയന്ന് ഓരോ വഴിക്ക് ഓടിപ്പോവുകയാണ്. നിനയും ഹനയും ഒരു റൂമിലും ഡേവിഡും റാണ്ടിയും മായയും അസിസ്റ്റന്റും നേരെ ആ രഹസ്യ റൂമിലേക്ക് ബേസ്മെന്റിലേക്ക് പോയിട്ട് ഡോർ അടച്ച് നിൽക്കുകയാണ്. അന്നേരം ഡേവിഡ് റാണ്ടിയെ പിടിച്ച്, എടാ സത്യം പറ, നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് തല ശരിയില്ലേ ബഗഡ, എനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവില്ലേ, നിങ്ങളുടെ കൂടെ ഞാനും കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ അതും ശരിയാണല്ലോ എന്ന് ഡേവിഡ് മനസ്സിലാക്കുകയാണ്. ഇവർ രക്ഷപ്പെടാൻ ഇത്ര ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറ്റൊരു വശത്ത് മാർക്കാണെങ്കിൽ സൈലന്റായി പ്രേതം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി ഓരോ റൂമിലേക്ക് പോയി പുറത്ത് കടക്കാൻ വഴിയുണ്ടോ എന്ന് നോക്കുകയാണ്. ഇതേ നേരം നിന്നയുടെ കയ്യിൽ പ്രേതം നേരത്തെ ഫോർക്ക് വെച്ച് കുത്തിയതിനാൽ രക്തം ഒക്കെ ഒഴുകുന്നത് കണ്ടിട്ട് നിന പേടിച്ചിട്ട്, എടി ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും അല്ലേ, ഞാൻ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അച്ഛന് പൈസ കൊടുക്കാം എന്ന് കരുതിയതാ, ഞാൻ മരിച്ചാൽ എൻ്റെ അച്ഛനെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞ് നിന സങ്കടപ്പെടുകയാണ്. ഇതേ നേരം ബേസ്മെന്റിലുള്ളവർ
ഇവിടുന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടു പോകുന്നത് എന്നാലോചിച്ച് നിൽക്കുമ്പോൾ റാണ്ടി പറയുന്നു, ഒരു ഐഡിയ ഉണ്ട്. നമ്മുടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ മെയിൻ ഡോറിൻ്റെ സ്പെയർ കീ ഉണ്ട്. സെക്യൂരിറ്റിൻ്റെ ബോഡി കണ്ടെത്തി കീ എടുത്താൽ രക്ഷപ്പെടാൻ പറ്റും. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസം ആവുന്നുണ്ടെങ്കിലും പ്രേതം ഇവിടെ നിന്നും പോയാൽ മാത്രമേ കീ എടുക്കാൻ പറ്റൂ. അതിനുവേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. പ്രേതം ആണെങ്കിൽ ഓരോ ഡോറിൽ പോയി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബേസ്മെന്റിലുള്ളവർക്ക് ആ വടിവാളിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് കിട്ടുകയാണ്. ഒരിക്കൽ സാന്ദ്ര വടിവാൾ തൊട്ടപ്പോൾ ഒരുത്തന്റെ രൂപം കണ്ടിരുന്നില്ലേ, അവനാണ് വാൾ നിർമ്മിച്ചത്. ശക്തിയുള്ള മന്ത്ര വടിവാൾ നിർമ്മിച്ചതിന് ശേഷം താൻ കൊല്ലപ്പെടും എന്ന് മനസ്സിലാക്കി മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് വാൾ കൂടി നിർമ്മിച്ചിരുന്നു. എന്നിട്ട് അതിനു ചില ടാസ്കും കൊടുത്തിരുന്നു. അത് എന്തെന്നാൽ ആ വാൾ ആരെങ്കിലും എടുത്ത് കൈമുറിഞ്ഞ് രക്തം വാളിൽ കൊണ്ടാൽ ആ വാളിന് ശക്തി ലഭിക്കും. ശേഷം ആരുടെ രക്തമാണോ ആദ്യം കൊണ്ടതോ അവരെ വാൾ നിയന്ത്രിക്കാൻ തുടങ്ങും. തുടർന്ന് 7 പേരെ കൊല്ലാൻ പ്രേരിപ്പിക്കും. ആ വാൾ വെച്ച് 7 പേരെ കൊന്നതിന് ശേഷം ആയിരിക്കും ആ വാൾ പഴയതുപോലെ നോർമൽ ആവുന്നത്. അതാണ് തുടക്കത്തിൽ ബംഗ്ലാവിൽ 7 പേർ മരിച്ചു കിടക്കുന്നതും ഒരുത്തൻ മാത്രം ജീവനോടെ ഉള്ളതായി കണ്ടത്. അങ്ങനെ അവൻ വടിവാൾ ഉപയോഗിച്ച് 7 പേരെ കൊന്ന ശേഷം നോർമലായി ഭയന്ന് ഇരിക്കുമ്പോൾ അവിടേക്ക് ബംഗ്ലാവിൻ്റെ ഓണർ, അതായത് റാണ്ടിയുടെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ 7 പേർ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണുകയും ഇക്കാര്യം മറ്റാരെങ്കിലും അറിഞ്ഞാൽ ബംഗ്ലാവ് കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കി ബാക്കിയുള്ള ആ ഒരുത്തനെയും കൊന്നിട്ട് ബോഡി കൊണ്ടുപോയി കുഴിച്ചു മൂടുകയായിരുന്നു. സോ ആ കഥയിൽ പറഞ്ഞ പോലെ സാന്ദ്രയും 7 പേരെ കൊല്ലാതെ അവൾക്ക് നോർമലാവാൻ പറ്റില്ല. ഇതേ നേരം റൂമിലേക്ക് സാന്ദ്ര ഡോർ തകർത്ത് വന്ന് നിന്നയുടെ കാലിൽ പിടിച്ച് വലിച്ച് വാളെടുത്ത് നെഞ്ചിലേക്ക് കുത്തി അങ്ങനെ നിന്നയുടെ കഥയും കഴിഞ്ഞു. അതൊക്കെ കണ്ട് ഹന്ന ശബ്ദം ഉണ്ടാക്കാതെ വാ പൊത്തി ഭയന്ന് ഒരു വശത്ത് കിടക്കുകയാണ്. അങ്ങനെ കൊലപ്പെടുത്തിയ ശേഷം സാന്ദ്ര പോകാൻ നോക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവുകയും ഇതാണ് പറ്റിയ സമയം എന്ന് കരുതി ഹന്ന എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ നിലത്ത് കൈ കുത്തിയത് എന്തോ പ്ലാസ്റ്റിക്കിലാണെന്ന് തോന്നുന്നു. ആ ശബ്ദം സാന്ദ്ര കേൾക്കുകയും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടേക്ക് ഡേവിഡും എത്തി നിൽക്കുകയാണ്. അന്നേരം എല്ലാവരും ത്യാഗം ചെയ്യ് 7 പേരെ കൊന്നാൽ എൻ്റെ രക്തദാഹം തീരും എന്ന് പറഞ്ഞ് കൊല്ലാൻ പോകുമ്പോൾ ഡേവിഡ് സാന്ദ്രയുടെ കയ്യിലേക്ക് ഒരു കുത്ത് കൊടുത്ത് വാൾ തട്ടിത്തെറിപ്പിക്കുകയാണ്. വയറിലും ചെറുതായി വാൾ കൊണ്ട് മുറിഞ്ഞിരുന്നു. അതേപോലെ മായയുടെ കയ്യിലും മുറിവ് പറ്റിയിട്ടുണ്ട്. നിലത്ത് വീണ വടിവാൾ റാണ്ടി എടുത്തിട്ട് അടുത്ത് വരരുത്, അടുത്തു വന്നാൽ കുത്തിക്കൊല്ലും എന്ന് സാന്ദ്രയോട് പറയുകയാണ്. അന്നേരം ഹന്ന കിട്ടിയ അവസരം മുതലാക്കി സാന്ദ്രയുടെ തലയ്ക്കും കാലിലും അടിച്ച് വീഴ്ത്തി ആ റൂമിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തു പോവുകയാണ്. ശേഷമാണ് അസിസ്റ്റന്റ് ഒരു കാര്യം പറയുന്നത്. എന്തെന്നാൽ ആ ശപിക്കപ്പെട്ട വാൾ കൊണ്ട് മുറിവേറ്റവർക്കും ആ ശാപം കിട്ടും, അതേപോലെ മരിച്ചു പോകും എന്ന് പറയുകയാണ്. അന്നേരം മാർക്ക് ഒളിഞ്ഞു നിൽക്കുന്നത് കണ്ട്, എടാ സെക്യൂരിറ്റിയുടെ ബോഡി എവിടെയാണെന്ന് നിനക്ക് അറിയോ? ഇല്ലെങ്കിൽ വാ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അന്വേഷിക്കുമ്പോൾ സാന്ദ്ര അവരെ കാണുകയും ചെയ്തു. കൊല്ലാനായി ഓടി വരുമ്പോൾ മാർക്കാണെങ്കിൽ ഓടി ഒരു റൂമിൽ കയറി ഒളിച്ചു നിൽക്കുകയും റാണ്ടി സാന്ദ്രയുമായി അടിപിടിക്കൂടുമ്പോൾ അവൻ്റെ കഴുത്തിൽ ചെറുതായി മുറിവ് പറ്റുകയും അങ്ങനെ ആ ശാപം അവനും ഏൽക്കുകയും ചെയ്തു. ഒരു വിധത്തിൽ സാന്ദ്രയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് റൂമിൽ എത്തി മാർക്കിനോട്, എടാ എന്തിനാ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് ശരി, നിന്നെ രക്ഷിക്കാൻ നിന്നാൽ എൻ്റെ ജീവൻ പോകും, എനിക്കെൻ്റെ ജീവനാണ് വലുത് എന്ന് മാർക്ക് പറയുകയാണ്. നീ എന്താടാ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത്? എനിക്ക് അങ്ങനെ സംസാരിക്കാനേ പറ്റൂ. ഇതൊക്കെ എങ്ങനെയാ ആരംഭിച്ചത്? നിന്റെ അച്ഛനല്ലേ പഴയ സാധനങ്ങൾ ഒക്കെ കളക്ട് ചെയ്തു വെച്ചത്? ആ വാളിലല്ലേ പ്രശ്നമുള്ളത്? നീയൊക്കെ പണക്കാരനാണെന്ന് കരുതി എന്ത് തോന്നിയവാസവും ചെയ്യാമെന്നാണോ എന്നൊക്കെ റാണ്ടിയെയും അവൻ്റെ അച്ഛനെയും പറഞ്ഞുകൊണ്ടിരിക്കെ അതൊക്കെ കേട്ട റാണ്ടിക്ക് ദേഷ്യം കൂടി വരാൻ തുടങ്ങി. എന്തെന്നാൽ നേരത്തെ വടിവാൾ കൊണ്ടതിനാൽ ശാപം ഏറ്റിരുന്നല്ലേ. അതിൻ്റെ ഫലമായി അവിടെ ഉണ്ടായിരുന്ന ഒരു കൂർത്ത ടൂളെടുത്ത് മാർക്കിൻ്റെ കഴുത്തിലേക്ക് കുത്തി അവനെ കൊലപ്പെടുത്തുകയും ചെയ്തു. കലിപ്പ് മാറാതെ ഒരു ഇരുമ്പ് എടുത്ത് മാർക്കിൻ്റെ തലക്ക് അടിച്ച് തല ചമ്മന്തിയാക്കുകയും ചെയ്തു. അസിസ്റ്റന്റും മായയും സെക്യൂരിറ്റിയുടെ ബോഡി കണ്ടെത്തി താക്കോലെടുത്ത് നേരെ മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കെ ഇപ്പോൾ ഡേവിഡ് ഹന്നയോട്, ഞാൻ നിന്നെ ആദ്യമേ കല്യാണം കഴിക്കണമായിരുന്നു, കഴിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാനും നിന്നെ മിസ്സാക്കി, എല്ലാം എൻ്റെ തെറ്റ്, ഇനി ഞാൻ നിന്നെ വിട്ടു പോകില്ല എന്നൊക്കെ ഹന്നയും പറയുകയാണ്. ഇപ്പോൾ മൊത്തം 4 പേർ കൊല്ലപ്പെട്ടു, ഇനി 3 പേരെ കൊന്നാൽ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാം എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ നേരം 2 പേരും താക്കോലും എടുത്ത് മെയിൻ ഡോറിൻ്റെ അടുത്ത് എത്തി ഓരോ കീയും ഇട്ട് ഡോർ തുറക്കാൻ നോക്കുമ്പോൾ
അവിടേക്ക് വാളും പിടിച്ച് സാന്ദ്ര എത്തുകയാണ്. എല്ലാത്തിൻ്റെയും കഥ ഇപ്പോൾ തീരും എന്നായപ്പോൾ സാന്ദ്ര അടുത്ത് എത്തുമ്പോൾ തന്നെ ഡോർ തുറന്ന് എല്ലാവരും തോട്ടത്തിലേക്ക് ഓടിപ്പോയി ഒളിച്ചു നിൽക്കുകയാണ്. സാന്ദ്രയാണെങ്കിൽ ഇപ്പോൾ കാണാനില്ല. അതിനാൽ അവിടുന്ന് പോകാൻ കാറിൻ്റെ കീ എടുക്കണം, ഞാൻ കീ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് കീ എടുക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് സാന്ദ്ര ചാടി അസിസ്റ്റന്റിന് മലർത്തി കിടത്തി ഓളെ കാലിലേക്ക് തന്നെ കുത്തി നിന്റെ കഥ ഞാൻ തീർക്കും എന്ന് പറഞ്ഞ് കുത്തി കൊല്ലാൻ നോക്കുമ്പോൾ അത് കണ്ട് കലിപ്പിൽ ഹന്ന അവിടെയുള്ള പുല്ല് വെട്ടുന്ന മെഷീൻ എടുത്ത് ഓൺ ചെയ്ത് സാന്ദ്രയുടെ തലക്ക് വെച്ച് കീറി മുറിച്ച് കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ മരിച്ചിട്ടില്ല. പകുതി ജീവൻ വെച്ച് ആ വടിവാളിൽ തൊടാൻ നോക്കുകയാണ്. തൊട്ടാൽ വീണ്ടും അവൾക്ക് ശക്തി കിട്ടുമല്ലോ. അത് മനസ്സിലാക്കിയ ഡേവിഡ് ആ വാളെടുത്ത് സാന്ദ്രയുടെ വായിലേക്ക് കുത്തിയിറക്കി കൊല്ലുകയും ചെയ്തു. അങ്ങനെ ആ വാള് കൊണ്ട് 5 കൊല നടന്നു. ഇനി 2 കൊല നടക്കാനുണ്ട്. എന്നാൽ മാത്രമേ ശാപം മാറുകയുള്ളൂ. എന്നാൽ അത് മനസ്സിലാക്കാതെ ഹന്നയും മായയും മാർക്കിനെയും റാണ്ടിയെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാം എന്ന് പറഞ്ഞ് 2 പേരും അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഡേവിഡ് വാളിൻ്റെ കുത്തേറ്റതിനാൽ അവനിപ്പോൾ ശാപം ഏറ്റതിനാൽ തുടിച്ചുകൊണ്ട് കിടക്കുകയാണ്. പെട്ടെന്ന് സാന്ദ്ര എങ്ങനെയാണോ പിശാചിനെ പോലെ ആയി മാറിയത് അതേപോലെ ഡേവിഡും വ്യത്യസ്തനായി പെരുമാറി വാളെടുത്ത് അസിസ്റ്റന്റിനെ കുത്തി കൊല്ലുകയും ചെയ്തു. അങ്ങനെ 6 കൊല നടന്നു. ഇനി ഒരാൾ കൂടി മരിക്കാനുണ്ട്. അത് കണ്ട് ഭയന്ന് മായ മെയിൻ ഡോർ ക്ലോസ് ചെയ്ത് ഹന്നയെ കൂട്ടി അകത്തേക്ക് പോയെങ്കിലും പുറത്തുള്ള ഡേവിഡ് ബംഗ്ലാവിൻ്റെ മേലെ ചാടിക്കയറി സീലിംഗ് ഉടച്ച് അകത്തേക്ക് ചാടുകയാണ്. മണ്ടൻ, സീലിംഗ് ഉടയ്ക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ മെയിൻ ഡോർ ഉടച്ചാൽ മതിയായിരുന്നില്ലേ? മായ റാണ്ടിയെ കണ്ട് അങ്ങനെ 3 പേരും നേരെ ബേസ്മെന്റിൽ പോയി ഡോർ ലോക്ക് ചെയ്യുകയാണ്. ഡേവിഡിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ഹന്ന പറയുമ്പോൾ ഏയ് വേണ്ട, അവനെ രക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. അവൻ അകത്ത് കയറിയാൽ നമ്മുടെ ജീവനാണ് ആപത്ത്. അവനെ അങ്ങനെ തന്നെ വിട്ടേക്കാം എന്ന് റാണ്ടി പറയുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. ആ പ്ലാൻ നടക്കണമെങ്കിൽ നീ സമ്മതിക്കണം. നമുക്ക് അവനെ രക്ഷിക്കാൻ കഴിയില്ല. നമ്മളെ നമ്മൾ തന്നെ രക്ഷിക്കണം. കൂടെ നിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ സമ്മതിക്കുകയാണ്. അങ്ങനെ ഡേവിഡ് ബേസ്മെന്റിന്റെ ഡോർ തകർത്ത് അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ മായയെയും റാണ്ടിയെയും കാണാനില്ല. ഹന്നയെ മാത്രം കാണുകയാണ്. ഇതോടെ എല്ലാം അവസാനിക്കും. 7ാമത്തെ കൊലയും നടക്കാൻ പോകുന്നു. ഇതോടെ ശാപം തീരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഹന്നയെ കുത്താൻ പോകുമ്പോൾ പെട്ടെന്ന് ഒളിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്ന റാണ്ടി അവിടെയുള്ള ആ വലിയ ശില്പത്തെ തള്ളിവിടുകയും അതിനടിയിൽ പെട്ട് ഡേവിഡ് അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണ്. അന്നേരം ഹന്ന അവന്റെ കയ്യിലെ വടിവാൾ എടുത്ത് എന്നോട് ക്ഷമിക്കണേ, വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് മനസ്സിനെ കല്ലാക്കി മാറ്റി ഡേവിഡിന്റെ കഴുത്തിലേക്ക് കുത്തി കൊല്ലുകയും ചെയ്തു. അങ്ങനെ 7ാമത്തെ കൊലയും നടന്നു. ഇതോടെ വടിവാളിന്റെ ശാപം മാറി. ഇനി ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന് ഇവർ വിചാരിക്കുമ്പോൾ ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ആ വടിവാളിന്റെ മുറിവേറ്റവർ ഛർദ്ദിക്കാറുണ്ടല്ലോ, അതേപോലെ ഇപ്പോൾ മായയും ഛർദ്ദിക്കാൻ തുടങ്ങി. അത് കണ്ട റാണ്ടിക്ക് ഒന്നും മനസ്സിലായില്ല. 7 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ ആ വടിവാൾ എടുത്തു നോക്കുമ്പോൾ അതിൽ 6 വളവ് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. 7 പേർ ഈ വടിവാൾ കാരണം മരിക്കണം. എന്നാൽ മാത്രമേ ശാപം മാറുകയുള്ളൂ. അതായത് മാർക്കിനെ റാണ്ടി കൊന്നത് ഒരു ഇരുമ്പ് എടുത്ത് അടിച്ചാണ് കൊന്നത്, വാൾ ഉപയോഗിച്ച് അല്ല. സോ അങ്ങനെയാണെങ്കിൽ ഒരാൾ കൂടി ഇനിയും മരിക്കണം. എന്നാൽ മാത്രമേ ശാപം പോവുകയുള്ളൂ. എൻ്റെ അനിയത്തിയെ മായയെ കൊല്ലാൻ പാടില്ല. അവളെയും എന്നെയും രക്ഷിക്കണമെങ്കിൽ ഹന്നയെ കൊല്ലണം എന്ന് തീരുമാനിച്ച് വാളെടുത്ത് ഹന്നയെ കൊല്ലാൻ പോവുകയാണ്. വാൾ വീശിയപ്പോൾ ഹന്നയുടെ കയ്യിൽ ചെറുതായി മുറിയുകയും സ്പോട്ടിൽ ഒരൊറ്റ ചവിട്ട്. റാണ്ടി നിലത്ത് വീണ ആ ഗ്യാപ്പിൽ അവിടെയുള്ള കല്ലെടുത്ത് റാണ്ടിയുടെ തലക്ക് ഒരടി. എന്നിട്ട് അവിടെയുള്ള ശൂലം എടുത്ത് ഓൻ്റെ കഴുത്തിലേക്ക് കുത്തി അങ്ങനെ റാണ്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇവിടെയും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. ആ വടിവാൾ ഉപയോഗിച്ച് കൊന്നിരുന്നെങ്കിൽ 7ാമത്തെ ആളെ കൊന്നതോടുകൂടി ശാപം തീർന്നേനെ. എന്നാൽ അക്കാര്യം ഇപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. മായയെ കൊല്ലും എന്ന് നോക്കിയാൽ ഹന്നയ്ക്ക് അതിനു മനസ്സ് വന്നില്ല. ഞാൻ സ്നേഹിച്ച എൻ്റെ ഡേവിഡിനെ എനിക്ക് കൊല്ലേണ്ടി വന്നു. അവൻ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? 7ാമതായി ഞാൻ തന്നെ മരിക്കാം എന്ന് പറഞ്ഞ് വാളെടുത്ത് സ്വയം കുത്തി മരിച്ചു വീഴുകയും ചെയ്തു.
അങ്ങനെ 7 പേരുടെ രക്തം ആ വാളിൽ പതിഞ്ഞതിനാൽ ആ ശാപം മാറുകയും വാളിൻ്റെ അമാനുഷിക ശക്തി മാഞ്ഞുപോയി അതൊരു സാധാരണ വാളായി മാറി. ഇപ്പോൾ ആകെ ബാക്കിയായത് മായ മാത്രം. എല്ലാവരും മരിച്ചു വീണു കിടക്കുന്നത് കണ്ട് മായ അലറിക്കരയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോലീസ് വന്ന് ബംഗ്ലാവിൻ്റെ ഡോർ തുറക്കുമ്പോൾ മായ വിക്കി വിക്കി കരയുന്നതായി കാണിച്ച് മായ രക്ഷപ്പെടുന്ന പോലെ കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.